GK കിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏത് ഇന്ത്യൻ കമ്പനിക്കാണ് SSLV റോക്കറ്റുകൾ നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത്? ഉത്തരം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി 2025 ജൂണിൽ നടത്തിയ US സൈനിക ആക്രമണത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ ആഫ്രിക്കൻ സൈനികരെ അനുസ്മരിക്കുന്ന മൈൽ 27 ഇന്ത്യ ആഫ്രിക്ക സ്മാരക സ്തംഭം 2025 ജൂണിൽ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? ഉത്തരം കെനിയ. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ 2024-25 ഡിജിറ്റൽ പേയ്മെൻറ്റ് അവാർഡ് നേടിയ സ്ഥാപനം ഏതാണ്? ഉത്തരം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്. 2025 ഏഷ്യൻ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം തായ്ലൻഡ്. ക്ലാസിക്കൽ ലെഫ്റ്റ് ആം സ്പിൻ ബൗളിങ്ങിന് പേരുകേട്ട ഏത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനാണ് 2025 ജൂണിൽ അന്തരിച്ചത്? ഉത്തരം ദിലീപ് ദോഷി. സാമൂഹിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള 2025 ഒരു നാഴികക്കല്ലായ നയ തീരുമാനത്തിൽ അസമിലെ ഏത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനാണ് OBC പദവി ലഭിച്ചത്? ഉത്തരം ട്രാൻസ്ജെൻഡർ സമൂഹം. വനങ്ങളുടെ സന്യാസി എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും പത്മശ്രീ അവാർഡ് ജേതാവുമായ ആരാണ് 2025 ജൂണിൽ അന്തരിച്ചത്? ഉത്തരം മാരുതി ചിറ്റമ്പള്ളി. 2025 ജൂൺ 21 പ്രഖ്യാപിച്ച 2023 സ്വദേശാഭിമാനി കേസരി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഉത്തരം N അശോകൻ. സെന രാജ്യങ്ങളിൽ 150 ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയ ആദ്യ ഏഷ്യൻ ബൗളർ ആരാണ്? ഉത്തരം ജസ്പ്രീത് ബുംറ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ തിരഞ്ഞെടുത്ത 51 പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിൻ്റെ 2ാം വാല്യത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ആശോം കി ഉദാൻ. 2025 ജർമ്മനിയിൽ നടന്ന വനിതാ സിംഗിൾസിൽ ITF J200 ഗ്ലാഡ്ബെക്ക് കിരീടം നേടിയത് ആരാണ്? ഉത്തരം മായ രാജേശ്വരൻ. സോണേപൂർ പുരുണ-കടക് റെയിൽ പാതയുടെ ഉദ്ഘാടനത്തിലൂടെ ആദ്യമായി ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിച്ച ഒഡീഷ ജില്ല ഏതാണ്? ഉത്തരം ബൗദ്ധ് ജില്ല. 2025 ക്വീൻസ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം കാർലോസ് അൽക്കറാസ്. ആഗോളതലത്തിൽ HIV പ്രതിരോധത്തിൽ ഒരു പ്രധാന മുന്നേറ്റം അടയാളപ്പെടുത്തുന്ന പുതുതായി അംഗീകരിച്ച ദീർഘനേരം പ്രവർത്തിക്കുന്ന കുത്തിവയ്പ്പുള്ള മരുന്ന് ഏതാണ്? ഉത്തരം ലെനകാപാവിർ.
2025 ജൂൺ 20 പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം ശിവസുബ്രഹ്മണ്യൻ രാമൻ. സിവിൽ സർവീസ് പരീക്ഷാ ഉദ്യോഗാർത്ഥികളെ അന്തിമ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവരെ കരിയർ അവസരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനായി UPSC ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഉത്തരം പ്രതിഭാ സേതു. സ്തനവലുപ്പം കൂടാനായി ദിവസവും ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം സെക്സ്. പുരുഷലിംഗശേഷി മനസ്സിലാക്കാൻ നോക്കേണ്ട ശരീരഭാഗം ഏതാണ്? ഉത്തരം നെഞ്ചിൽ. ന്യൂഡൽഹി 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം കങ്കണ റണാവത്ത്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 2025 ഊർജ പരിവർത്തന സൂചികയിൽ 1-ാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഏതാണ്? ഉത്തരം സ്വീഡൻ. 26 വർഷത്തിനിടെ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം പി. മാളവിക. ഭാവി സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യുന്നതിനായി SCO പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ യോഗം ഏത് രാജ്യത്താണ് സംഘടിപ്പിക്കുന്നത്? ഉത്തരം ചൈന. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി ഇലക്ട്രിക് ട്രൈസൈക്കിളുകൾ വിതരണം ചെയ്യുന്നതിനുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഹരിതവാഹിനി. നിപ്പോൺ കോയി ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം ജി. സമ്പത് കുമാർ. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ആരംഭിക്കാൻ പോകുന്ന ക്വീൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റിൻ്റെ പുതിയ ക്യാമ്പസിൻ്റെ ആദ്യ ഡീനായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം M. സതീഷ് കുമാർ. മലയാള ഭാഷയിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം അഖിൽ P. ധർമ്മജൻ. ഇറാന്റെ ഡ്രോൺ മിസൈൽ ഭീഷണികളെ ചെറുക്കുന്നതിനായി ഇസ്രയേൽ അവതരിപ്പിച്ച പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ബരാക് മാഗൺ. കൊച്ചി ടസ്കേഴ്സ് കേരളയുടെ ഉടമകൾക്ക് 538 കോടി നൽകണമെന്ന ആർബിട്രേഷൻ വിധികൾ ഏത് കോടതിയാണ് ശരിവച്ചത്? ഉത്തരം ബോംബെ ഹൈക്കോടതി. താങ്ക്സ് ഫോർ വാച്ചിങ്.